ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം. നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് റൊട്ടിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി സ്നാക്സ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ട് കൂടുതൽ മനസ്സിലാക്കാം. നമുക്കൊരു 4 ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ അരികുവശം നല്ലതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് വേണ്ടത് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചിട്ട് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചപ്പാത്തി പരത്തണ പലകയിലിട്ട് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി കോല് കൊണ്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല എല്ലായിടവും കട്ടി കൂടാതെ ഒരേപോലെ ഇരിക്കും. അപ്പം നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. എങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഓരോന്നും എടുത്ത് ഒരു ഓയിൽ പേപ്പറിലോട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചതിന് ശേഷം മുട്ടയിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡി ആയിരിക്കും. ഞാനിപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സിലേക്ക് ടൈറ്റായിട്ടുള്ളൊരു ബോക്സിലേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ ആവശ്യമുള്ള ടൈമിൽ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാകും. ഒരു 2-3 ആഴ്ചയോളം ഇത് ഫ്രീസറിൽ കേടാവാതെ ഇരിക്കുന്നതാണ്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മാറ്റി ചെറു തീയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതെപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി 2 സൈഡും മറിച്ചിട്ട് ചെറു തീയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് മറു സൈഡും കൂടെ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഈ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വാങ്ങാവുന്നതാണ്.
ഓക്കെ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കിച്ചൺ പേപ്പറിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗ്ഗറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ചിക്കൻ നഗ്ഗറ്റ്സ് വളരെയധികം ഇഷ്ടമാകും. നമുക്ക് അവരുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. താങ്ക്